അമ്മായിയപ്പനും മരുമകനും. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവും അവളുടെ അച്ഛനും തമ്മിലുള്ള ബന്ധം, അതായത് ഏകദേശം കൂടുതൽ ശതമാനം ആളുകൾ നല്ല രീതിയിലാണ് അവർ തമ്മിൽ പോകാറ്. പക്ഷേ രണ്ടും ആണുങ്ങൾ തന്നെ ആയതുകൊണ്ടായിരിക്കാം എപ്പോഴും ഈ സ്ത്രീകൾ തമ്മിലാണല്ലോ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അത് വേറൊരു സൈക്കോളജിയാണ് അതിനകത്തുള്ളത്. അത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ആദ്യകാലങ്ങളിൽ ബഹുമാനം കാര്യങ്ങളൊക്കെ ഇച്ചിരി മദ്യപിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര കാര്യമായിരിക്കും. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അത് നല്ല എന്താ ജോളി മൈൻഡ്. അപ്പം മരുമകൻ അങ്ങനെയൊക്കെയുള്ള ഇത്തിരി മദ്യമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പയ്യനെ ഇത്തിരി കഴിക്കും, ഈ അമ്മായിയപ്പനെ ഇത്തിരി കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ് ഭാര്യ വീട്ടിലേക്ക് വരാൻ. അപ്പം വന്ന് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം വിഷം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇത്തിരി മദ്യം ശരീരത്തിൽ ചെല്ലുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അത് ചില രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കും, അത് നല്ല രീതിയിലൊക്കെ പോകും. പക്ഷെ അമിതമായാലാണ് പ്രശ്നം. അത് കരളിനെ അങ്ങ് കാർന്ന് തിന്നും. മദ്യം കൂടിക്കഴിഞ്ഞാൽ കരളാണ്, അറിയാമല്ലോ, കരൾ കിളിർത്ത് വരുന്ന ഒരവയവമാണ്. അപ്പം അതിനെ നശിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് മദ്യം. അതുകൊണ്ട് അത് അളവിൽ കൂടുതലാകാൻ പാടില്ല. അപ്പം നമ്മുടെ വീട്ടിൽ വിശേഷ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒത്തുചേരലുകൾ ഉണ്ടാകുമ്പോൾ അല്ലേ, ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആഹാരവും മദ്യമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാണ്. അങ്ങനെ സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ വരും. ചിലപ്പോൾ ഈ മദ്യം നമ്മുടെ ഏറ്റവും കൂടുതൽ തലച്ചോറിനെ ഇങ്ങനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദ്യം കൂടുതലായി കഴിയുമ്പോൾ ചിലർ സംസാരിക്കുന്നത് രീതി മാറും, ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നവർ കാണും. കരയുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്, ദേഷ്യം കാണിക്കുന്നവരുണ്ട്. അതായത് ചെറിയ എന്തെങ്കിലും ഒരു ആളുടെങ്കിലും ഭാഗത്തുനിന്നും ഒരു നെഗറ്റീവ് വന്നാൽ അതിനെ ശരിക്കും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നവരൊക്കെയുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന സന്ദർഭങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടുള്ളതാണ്. അപ്പം ആവശ്യാനുസരണം കഴിക്കുക. ഇപ്പം ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ കൂടുതലായി മദ്യപിച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്നറിയാവുന്നവർ അതൊന്ന് നിയന്ത്രിക്കുക, അത് ശ്രദ്ധിക്കുക. മറ്റൊരാൾക്കും ഈ ആളുടെ സ്വഭാവം ഇങ്ങനെ മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും ഒന്ന് ശ്രദ്ധിക്കുക. നീ കൂടുതൽ കഴിക്കണ്ട, നീ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഇവരിങ്ങനെ നന്നായി എൻജോയ് ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകളുണ്ട് പേടിയോടെ ഇതിനെ കാണുന്നു. അതായത് ഇവരുടെ ബന്ധുക്കൾ, ഭാര്യയാകാം, അമ്മയാകാം, അല്ലേ, പെങ്ങളാകാം, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ദൈവമേ എല്ലാവരും കൂടെ മദ്യപിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം ഒരുപാട് വീടുകളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കല്യാണമോ മറ്റു കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആഘോഷം നടക്കുന്നതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി വീടുകൾ തമ്മിൽ അകന്നു പോകുന്ന സന്ദർഭങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാം നമുക്ക് ആവശ്യമാണ്. അമ്മായിയപ്പൻ മരുമകൻ ആ ബന്ധം നന്നായിട്ട് പോകട്ടെ. മകൻ്റെ സ്ഥാനമാണ്, അച്ഛൻ്റെ സ്ഥാനമാണ്, അതെപ്പോഴും മനസ്സിൽ നിൽക്കണം. വേണം അച്ഛൻ മകൻ എന്നതിലുപരി ഒരു സുഹൃത്തും കൂടെ ആവണം. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. അപ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംസാരിച്ച് സന്തോഷമായിട്ട് മനസ്സിനെ ഹാപ്പിയാക്കി വയ്ക്കാനും പറ്റുകയുള്ളൂ.